ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും മിക്ക ആൾക്കാർക്കും. നമ്മുടെ വണ്ടിക്കകത്ത് ഒരു എയർ ഫിൽറ്റർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവാണ്. ഒരു പെർഫോമൻസിൻ്റെ എയർ ഫിൽറ്ററാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഒറ്റയിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നേരെ നമ്മൾ ചെയ്യേണ്ട വർക്ക് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇത്രയും നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. ഇത് ഇതിനകത്ത് ഇരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ക്ലിപ്പിംഗ് ആണ് വരുന്നത്. ഇത് റിമൂവ് ചെയ്ത് മാറ്റുക. പിന്നെ ഇതുപോലൊരു ക്ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഏകദേശം മുമ്പേ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് അതിൻ്റെ പെർഫോമൻസ് അറിഞ്ഞിട്ട് മാത്രമല്ലേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് ഈ ഒരു ക്ലാമ്പ് ഇവിടെ വരുന്നതാണ്. ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ ഇളക്കി മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇത്ര ഇളക്കി മാറ്റണം. അപ്പോൾ നേരെ നമുക്ക് അതങ്ങ് ഇളക്കി മാറ്റാം. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഒന്ന് ഇവിടെ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒരാൾക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹെൽപ്പിന് ആളെ വിളിക്കേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ആളെ വിളിക്കുക, അത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്നുള്ള ഒരാളാണ്. പിന്നെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഊരണം. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. നമ്മൾ ഇത് റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ബ്രീത്തർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രീത്തർ ആണ്ട് ഈ ഒരു ഓസിനകത്തോട്ട് കറക്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടുക. ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് വെക്കാം, പക്ഷേ വെക്കുന്ന എത്രയും കൂടെ സേഫ് ആയിരിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ ഇത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓസിനകത്ത് വേണമെങ്കിൽ, ചില ആൾക്കാർ വേണമെങ്കിൽ ഇത് പാതി വെച്ച് കട്ട് ചെയ്തിട്ട് കണ്ട് ഇത്ര ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ കയറ്റി അങ്ങ് വെക്കുവാണ്. ഉണ്ട് ഇതിങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. ഇതങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പം ഇതിപ്പോൾ തൽക്കാലം വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്താൽ ഇതെന്തായാലും സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഈ സാധനം വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവിടെ കുറച്ച് ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഈ സാധനം. അപ്പോൾ അതിന് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു റെഡ്യൂസറും വേണം. അതുപോലെ തന്നെ ഒരു PVC-യുടെ 2.25 ഇഞ്ചും പിന്നെ അതുപോലെ തന്നെ 1.25 ഇഞ്ചും കണ്ടാണ് വരുന്നത്. ഒരു ഇന്നും ഔട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് 2 പീസ് നമുക്ക് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ പെയിൻറ് ചെയ്യണം. ഒരു മാറ്റ് ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കുക. അപ്പോൾ പെയിൻറ് ഉണങ്ങാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഏകദേശം അതിനകത്ത് പെയിൻറ് കാര്യങ്ങളൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഓസിനകത്തോട്ട് ഇറക്കി വെക്കുക. അത് ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷനാണ് നമ്മൾ ആ ഒരു എയർ ഫിൽറ്ററിനകത്തോട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഫിറ്റിങ്ങിന് അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ആ ഒരു എക്സ്റ്റെൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ 2 പീസ് കാണിച്ചില്ലേ, അത് അതിൻ്റെ കറക്റ്റ് അളവിൽ ഫിനിഷിങ് നിൽക്കുന്ന രീതിയിൽ നമ്മളത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഏകദേശം ആ വീഡിയോ കാണുന്ന തൊട്ട് തന്നെ ആ ഒരു പോർഷൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് നേരെ ഇതിനകത്തോട്ട് കയറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ഓസ് ക്ലിപ്പ്, നമുക്ക് സ്റ്റോക്ക് വരുന്ന ഓസ് ക്ലിപ്പ് തന്നെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ചില വണ്ടിക്കകത്ത് ആ ഒരു ഓസ് ക്ലിപ്പ് അതിനകത്തിട്ട് കറക്റ്റായിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്സറീസ് ഷോപ്പിലോ അല്ലെങ്കിൽ പ്ലംബിംഗ് കടയിൽ നിന്നായാലും നമുക്ക് ആ ഒരു ഓസ് ക്ലിപ്പ് വാങ്ങിച്ച് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു ഫിൽറ്ററും അതിൻ്റെ ഒരു ബ്രീത്തറും ഉൾപ്പെടെ എനിക്ക് അയക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 റുപ്പീസ് പ്ലസ് അതിൻ്റെ ഷിപ്പിംഗ് ചാർജാണ് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ വണ്ടിക്കകത്ത് ഞാനിത് സെറ്റ് ചെയ്തതിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി AC-ക്കകത്തിട്ട് ഓൾട്ടോയ്ക്ക് പൊതുവെയുള്ളൊരു പ്രശ്നമാണ് വണ്ടി AC-യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനായിട്ട് കുറച്ച് അത്യാവശ്യം ഡിലേ ആണ്. പക്ഷേ ആ ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഫിൽറ്റർ വെച്ചതിന് ശേഷം. പിന്നെ മൈലേജ് ഡ്രോപ്പ് ഔട്ട് ആവുമോ എന്നുള്ള സംശയമുള്ള ആൾക്കാരടുത്ത് ഞാൻ പറയാം, നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു വാഹനം ഈ ഒരു ഫിൽറ്റർ വെച്ചതിന് ശേഷം നമ്മൾ കൊണ്ടു നടക്കുകയെന്നുണ്ടെങ്കിൽ മൈലേജിനകത്ത് കുറച്ചുകൂടി ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. മൈലേജ് ഡ്രോപ്പ് ഔട്ടോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല. അത്യാവശ്യം വെച്ചനത്തി പോകേണ്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും മൈലേജ് ഡ്രോപ്പ് ഔട്ടാവും. പിന്നെ വണ്ടിയുടെ പവർ കുറച്ചുകൂടെ എനിക്ക് ഇൻക്രീസ് ആയതുപോലെയാണ് എനിക്ക് ഈ ഒരു സാധനം വണ്ടിക്കത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എനിക്കുള്ളതായിട്ടൊന്നും തോന്നിയില്ല. കുറച്ചുകൂടെ വണ്ടി ഒന്ന് ഉണർന്ന ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡസ്റ്റ് ചില ആൾക്കാർ 1 മന്ത് ഒക്കെയാണ്, ചില ആൾക്കാർ ഓടുന്ന കിലോമീറ്റർ അനുസരിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു റോഡിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു ഫിൽറ്ററിനകത്ത് ഡസ്റ്റ് ഒരുപാട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് വിടുക. ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റർ ക്ലീനിങ് കിറ്റ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യേണ്ട ടൈം ആയി വരുന്നില്ല. എന്നാലും ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലാക്രോൾ ഷാമ്പു ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്.
പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിൻ പണിയോ കാര്യങ്ങളോ വരുമോ എന്നുള്ള ഡൗട്ടും പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഉള്ളവർ ദയവ് ചെയ്ത് ഇത് വെക്കാതിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഇത് വെച്ചെന്ന് പറഞ്ഞ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഈ ഒരു ഫിൽറ്റർ വെച്ചെന്ന് പറഞ്ഞ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഒരു മൈലേജ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ കൊണ്ട് നടക്കാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ കൊണ്ട് നടക്കാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയും മൈലേജിനകത്ത് ഇൻക്രീസ് ആവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വണ്ടിക്ക് അത് ഞാനിത് വെച്ചതിന് ശേഷം അത്യാവശ്യം ആദ്യമൊക്കെ നല്ല രീതിക്ക് സ്പീഡിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ വണ്ടി യൂസ് ചെയ്യാൻ നോക്കി. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി വണ്ടിക്കകത്ത് മൈലേജോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ എനിക്ക് മൈലേജ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സാധനം വെച്ചെന്ന് പറഞ്ഞ് വണ്ടിക്ക് മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. നമ്മളൊരു ഫിൽറ്റർ വെച്ചതിന് ശേഷം എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കുറച്ചുകൂടെ ഫ്രീ ആയ ഒരു മൈൻഡാണ്. കുറച്ചുകൂടെ എൻജിൻ ഫ്രീ ആയ ഒരു രീതിയിലുള്ളൊരു മൈൻഡാണ്. മറ്റേ എയർ ഇൻടേക്ക് എടുക്കുമ്പോൾ ഉള്ളൊരു ടൈറ്റ്നെസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ആക്സലേഷൻ കൊടുക്കുമ്പോൾ അത് ഇതിനകത്ത് അങ്ങ് മാറിയ ഒരു ഫീലാണ് നിലവിൽ എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം.